ഹായ് ഫ്രണ്ട്സ്, ഡ്രീം റൈഡ് 360യുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോസ് എന്താണ് അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ വന്നു. നിങ്ങളൊക്കെ ഈ ഒരു യാത്രയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ആളുകളാണ് എന്ന് മനസ്സിലാക്കിയതിൽ ഒത്തിരി സന്തോഷം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പണികൾ ചെയ്ത് ഞങ്ങൾ ബോട്ട് വെള്ളത്തിലിറക്കി. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. ഞങ്ങൾ ബോട്ട് കൊണ്ടുപോയി വെള്ളത്തിലിറക്കിയ സ്ഥലത്ത് നിറയെ പായലുകളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ബോട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ബോട്ട് കഴിഞ്ഞ ദിവസം ആ പായലിൽ നിന്ന് അപ്പുറത്ത് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. പായലിൽ നിന്ന് അപ്പുറത്ത് കൊണ്ടുപോയാൽ മാത്രമായിരുന്നു നമുക്ക് ട്രെയിൽ റണ്ണ് ചെയ്ത് നോക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ പായലിനെ മറികടന്ന് അപ്പുറത്ത് കൊണ്ടുപോയി ഞങ്ങൾ ട്രെയിൽ റണ്ണ് ചെയ്ത് നോക്കി. ട്രെയിൽ റണ്ണ് ചെയ്തപ്പോൾ ബോട്ടിനകത്ത് ചെറിയ ചെറിയ പോരായ്മകൾ കണ്ടു. അതൊക്കെ ഒന്നും കൂടി അവസാനഘട്ട മിനുക്കുപണികളിലേക്ക് ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. ആ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ബോട്ടിനകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കണ്ട് അത് തിരുത്തിയില്ല എങ്കിൽ യാത്ര വെള്ളത്തിലൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക്ഷോപ്പോ കാര്യങ്ങളൊന്നും കിട്ടില്ല. യാത്രക്കിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പണികളും ഞങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിലറിന് ചെയ്തപ്പോൾ കണ്ട ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പായലിലൂടെ ബോട്ട് എങ്ങനെയാണ് വെള്ളത്തിൽ നിന്ന് കൊണ്ടുപോയതെന്ന് നിങ്ങൾ കാണേണ്ട കാഴ്ചയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും ആ കാഴ്ചകൾ കാണുക. അതിനോടൊപ്പം ഞങ്ങൾ സ്വന്തമായിട്ടൊരു ലൈഫ് ജാക്കറ്റ് ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് ലൈഫ് ജാക്കറ്റ് ഉണ്ടാക്കിയെന്നൊക്കെ വഴിയെ പറയാം. അപ്പോൾ ആദ്യം പായലിലൂടെ ബോട്ട് വെള്ളത്തിൽ കൊണ്ടുപോയത്, അപ്പുറം കടത്തിയത്, ഞങ്ങൾ ടെസ്റ്റ് റൈഡ് ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. വിലക്കിട്ടല്ല അവിടെ രവിച്ചിരിക്കണേ, മരിച്ചതഞ്ഞിരിക്കണം. കണ്ടോ അതേ കണ്ടാ, അതേ രവിച്ചിരിക്കണണ്ട. അല്ല, വീട്ടിൽ നിന്ന് പങ്കായം എടുത്തുണ്ടല്ലോ, ആ നീല പങ്കായം. ഇതൊരു ചടങ്ങാണ്. അല്ല, ഇവിടെ വരോ? ഈ മുളക് കൊണ്ടുപോയിക്കട്ടെ വീട്ടിലേക്ക്.
ഇവിടെ ഭയങ്കര ചെളിയായതുകൊണ്ട് ഇവിടെ നീന്താൻ പറ്റണില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ അപ്പുറത്ത് മെയിൻ പുഴയുടെ അങ്ങോട്ട് പോവുകയാണ്. എന്തായാലും ഐറ്റം സക്സസ്ഫുൾ ആണ്, ആൾ പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ആഴമുള്ളിടത്തേക്ക് പോകാം. അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റും പൊങ്ങി കിടക്കുന്നത് എങ്ങനെയാണ്, നീന്താതെ ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വലിയ പുഴയിലേക്ക് പോകാം. ഇത്രയധികം കഷ്ടപ്പെട്ട് എന്തിനാണ് നിങ്ങൾ ഇതുപോലൊരു ലൈഫ് ജാക്കറ്റ് ഉണ്ടാക്കിയതെന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലൈഫ് ജാക്കറ്റുകൾ നമുക്ക് കുറച്ച് ബൾക്കിയാണ്. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള ലൈഫ് ജാക്കറ്റുകൾ ഇട്ടുകൊണ്ട് നമുക്കിതുപോലെയുള്ള റോയിങ് ബോട്ടുകൾ തുഴയുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം കഷ്ടപ്പാടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈഫ് ജാക്കറ്റ് വാങ്ങിയാൽ ഞങ്ങൾക്കത് ഉപകരിക്കില്ല എന്ന് തോന്നിയതിനാലാണ് ഞങ്ങൾ ഇതുപോലുള്ള ഒരു സ്ലിം ഫിറ്റ് ലൈഫ് ജാക്കറ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തീരുമാനമെടുത്തത്. ഒരുപാടുണ്ടോ? ഞാനിതാ പോകുന്നു. അങ്ങനെ നടന്നോളൂ അല്ലേ? അങ്ങനെ നമ്മുടെ ലൈഫ് ജാക്കറ്റ് സക്സസ്ഫുൾ ആയിരിക്കുവാണ്. ചാടണം ഇവിടുത്തെ ചാടിയ മുഞ്ഞുമുത്തി കരിങ്കല്ല്. ഞാൻ പോണണ്ട, നിങ്ങൾ ആരെങ്കിലും നോക്കണ്ട. അപ്പൊ അടുത്ത ജംഗ്ഷനിൽ കാണാം. ഇവിടുത്തെ ആടെ കുഴപ്പമില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. അയ്യോ എന്താണ് ഒഴുകി പോണ്ടല്ലേ? അപ്പൊ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. നീന്താ അറിയാത്ത ആളെ ഇങ്ങനെ വന്നില്ല. ആ പോണേ. ഇവിടെ കല്ലുണ്ട്, അങ്ങനെ വലിക്കല്ലേ? ഞാൻ വലിക്കാം. അയ്യോ പൊങ്ങിയൊന്നുമില്ലല്ലേ, ഞാൻ ചുത്തോട്ടല്ലേ കേറാൻ തോന്നല്ല. പക്ഷെ നല്ലായതുകൊണ്ട് എനിക്ക് കാലത്ത് എനിക്കെത്തണില്ല. അപ്പൊ എന്റെ എത്ര ഞാൻ വെള്ളത്തിൽ കിടന്നു ചേറൊക്കെ പോയിട്ടൊക്കെ വിട്ടളല്ലേ. ഓ ചെളി. ഇതവന്റെ പേരൊരു ഷോയാണ്. ഇത് ഷോ പായലല്ലേ? അത് ഒരു പോരോടത് അത് വേറെ എന്തെങ്കിലും ചെയ്യണത്. അതൊന്നുകൂടി എൻ്റെ ഇടയിൽ കൂടി ഇപ്പുറത്തോട്ട് എടുക്കാൻ പറ്റുമോ നോക്കി. വലിയ ടൈറ്റ് ചെയ്ത് മുകളിൽ ടൈറ്റ്. ഓക്കെ. ചാടിക്കോ. മോളിൽ നിന്ന് ചാടാം, പൊങ്ങി ചാടാമല്ലേ മോളിൽ കയറിയിട്ട്. അവിടത്തെ പോലെ തന്നെ താന്നൂല. ഇല്ല ഇല്ല ഇല്ല, ഇവിടെ അതിനേക്കാൾ ഞാനിങ്ങനെ കാലിട്ട് കിടക്കുന്ന ആള്. ഇങ്ങനെയാണ് ചാടുന്നത്. ഇതേ ഇവിടെ എന്റെ അമ്മ വന്നിട്ടുണ്ട്. ഇത് എന്റെ വൈഫാണ്. ഇത് എന്റെ മോളാണ് സെറ മരിയ. സെറ സെറ ഇവിടെ നോക്ക്. നീന്തണോ നീന്തണോ? ആ ചാടിക്കോ. കരിങ്കല്ലുണ്ടാ അവിടെ നിന്ന് കാരണം അവിടെ തന്നെയാണ്. തലയിടിച്ചില്ല, ഒരു കല്ല് സൈഡിൽ കൂടെ പോകുന്നുണ്ടായി. ബാക്കോട്ട പോണ അറിയാ.
എടാ വരാം നരൻ 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 മഞ്ഞ നരൻ രക്ഷിക്കാൻ പോണ രക്ഷപ്പെടുത്താൻ പോണ നരൻ സ്വയം രക്ഷപ്പെടല്ലേ അവൻ രക്ഷപ്പെടുത്താൻ വരും വേണ്ട വേണ്ട മുങ്ങിപ്പോന്നി പോടാ നിനക്ക് നീന്താൻ അറിയാൻ പാടില്ല നീന്താൻ അറിഞ്ഞായിട്ടില്ല നീ ആ പിന്നല്ലാതെ ഒരു സൈഡിലേക്ക് എത്തട്ടെ ആദ്യം അമ്മ ഒരു കുടവും കൂടി കൊണ്ടുവരാറുന്നില്ലേ ഞാൻ രക്ഷപ്പെട്ട പട്ടി കാലൂത്ത സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനം എന്റെ കയ്യിൽ ഇപ്പൊ കണ്ടിട്ടോ ഞങ്ങൾ വരാം പറയാം ഞങ്ങൾ ഒരുമിച്ച് വരാം ഓക്കെ ഞങ്ങൾ മറ്റേ കോമ്പറ്റീഷൻ വരെ ഈ പായലങ്ങോട്ട് പോട്ടെ അത് എടുക്കൊണ്ടാണ് ഓനെ അടി കൊടുക്കണ്ടേ അടി കൊടുക്കൊണ്ടാണ് അപ്പൊ അടി കൊടുക്കാനാ പിന്നെ അയ്യോ എന്തോ സാധനം അത് മുന്നേ കൂടെ പോയി പലപ്പോട്ട് എടുത്ത് കൊടുത്തടിയാ എല്ലാരും കൂടെ വേണമെങ്കിൽ ഇങ്ങോട്ട് നോക്കി യോ അടിച്ചോ യോ ഇങ്ങോട്ട് നോക്കി യോ ഇങ്ങനെ നോക്കാം വീഡിയോ ആണേ ഫോട്ടോ ഫോട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ തീർച്ചയായും സ്വീകരിക്കുന്നതാണ്. ഞാനൊരു തുടക്കക്കാരനായ യൂട്യൂബറാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടാവും. നിങ്ങളുടെയൊക്കെ നല്ല നല്ല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് എന്നെ കൂടുതൽ നല്ല വീഡിയോകൾ ചെയ്യുവാൻ സഹായിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ പറ്റുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം മുതൽ നമ്മുടെ ബോട്ട് ലൈഫ് യാത്രയ്ക്കായിട്ട് ഒരുങ്ങിയിരിക്കുക. സ്റ്റേ ട്യൂൺ ഡ്രീം റൈഡ് 360.